2021 ജൂൺ 1 ഭരണാധികാരികൾ തമ്മിൽ സംസാരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. 4,11,000 കഴിഞ്ഞിരുന്ന രോഗബാധ 1.25 ലക്ഷത്തിലാണ് ഇന്ന് രാവിലെ പ്രതിദിന രോഗബാധയുടെ കണക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആശ്വാസപരമായ കണക്ക്. അപ്പോൾ ട്രാവൽ പാസിനെ കുറിച്ച്, ട്രാവൽ ഓപ്പൺ ആക്കുന്നതിനെ കുറിച്ച് വാക്സിനിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യൂ നിന്നെടുക്കുന്ന വാക്സിനിലൊക്കെ ഭരണാധികാരികൾക്ക് എല്ലാ രാജ്യത്തും ലോകത്ത് മുഴുവനും വിശ്വാസമുണ്ടെങ്കിൽ തമ്മിൽ സംസാരിച്ച് അതിർത്തികൾ തുറക്കേണ്ടുന്ന സമയമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന അക്കങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ്. കാരണം ഇനി വരാനിരിക്കുന്ന ഒരു വലിയ ചൂഷണം ഇതിന് പിന്നാലെ ഉണ്ടാകും. എന്നാണോ വ്യോമമേഖല പല രാജ്യങ്ങളിലും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്, അത് തുറക്കുന്നത്, ആ സമയം മുതൽ നമ്മൾ 10 വട്ടം യാത്ര ചെയ്യേണ്ടി വരുന്ന കാശ് ഒരൊറ്റ യാത്രയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഇരയായി മാറുന്ന സാധാരണ യാത്രക്കാരൻ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വിമാന കമ്പനികൾക്ക് എപ്പോഴും അവരുടെ ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. ഈ ദുരന്തമുഖത്ത് മാറ്റി നിർത്തപ്പെട്ട യാത്രക്കാരുടെ കാശ് കൂടി അവർ ഏറ്റുവാങ്ങുന്ന ഒരു രീതി നമ്മൾ കണ്ടോളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതിനിടയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന ഒരു പഴി ഇന്ത്യയെക്കുറിച്ചുണ്ട്. എങ്കിലും നമ്മുടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലേക്ക് എടുക്കണം. നമ്മളിപ്പോൾ ഒരു മലയാളം മാധ്യമം ആയതുകൊണ്ട് നമുക്കത് നമ്മൾ തമ്മിൽ പറയാവുന്ന ഒരു സ്വകാര്യതയുള്ളതുകൊണ്ട് പറയാം. അതുപോലല്ല അമേരിക്കയിലെ ഒരു മാധ്യമം, ലണ്ടനിലെ മാധ്യമം ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. അതിനുള്ള സാഹചര്യം കൊടുക്കാതെ കണ്ട് നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വേക്കപ്പ് ആൻഡ് സ്മെൽ ദി കോഫി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ. സുപ്രീം കോടതിയുടെ ഉദ്ധരണി പറഞ്ഞിരിക്കുന്നതാണ്. ഉണരൂ, എന്നിട്ട് കോഫി കുടിക്കൂ എന്നല്ല, എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കൂ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് കോടതി ഗവൺമെന്റിനോട്, പ്രതിനിധി സോളിസിറ്റർ ജനറലിനോട് പറയുകയാണ്. അതായത് വാക്സിന്റെ സംഭരണം എന്നത് സംസ്ഥാനങ്ങളുടെ മത്സരവീര്യത്തിന് വിട്ടുകൊടുക്കുകയാണോ കേന്ദ്ര ഭരണകൂടമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ്, നിങ്ങൾക്ക് ശരിയറിയാം എന്ന് പറയുന്ന രീതി വേണ്ട എന്നാണ് ജസ്റ്റിസ് ധനഞ്ജയ ചന്ദ്രചൂഡ് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയോട് പറഞ്ഞത്. അപ്പോൾ ഇക്കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് 1.5 ലക്ഷം മരണങ്ങൾ ഇന്ത്യയിൽ നടന്നെന്നുള്ള കാര്യം നമ്മൾ തമ്മിൽ പറയണം. അതേ തുടർന്നാണല്ലോ ശ്മശാനങ്ങളുടെ കഥയും ഗംഗയുടെ കഥയും ഒക്കെ ഉണ്ടായത്. പക്ഷെ ഇതൊക്കെ വലിയ വാർത്തയാക്കി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അന്താരാഷ്ട്ര ഭൂപടത്തിലേക്ക് ഇംഗ്ലീഷ്, അറബിക് മാധ്യമങ്ങളിലൊക്കെ, ഫ്രഞ്ച് മാധ്യമങ്ങളിലൊക്കെ വ്യാപിക്കുമ്പോഴാണ് ഓരോരോ ഭരണാധികാരികൾ പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കുന്നത് വൈകിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റുകൾ മാറ്റി ഇന്ത്യയെ നിർത്തുന്നത്. ആ സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. 140 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് 12 കോടി വാക്സിൻ കൊണ്ട് എന്താകാൻ എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല 2 ഡോസും എടുത്ത ആളുകൾ 44 മില്യൺ മാത്രമാണ്, 4.4 കോടി മാത്രമാണ്. ഈ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ എന്തോ ഒരു പാപ്പരത്തം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ബോധ്യമാകുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് എന്നതുകൂടി തിരിച്ചറിയുക. ഷാർജയിൽ നിന്നും മറ്റുള്ള നോർത്തേൺ എമിറേറ്റ്സിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റെന്റ് വ്യത്യാസ റിപ്പോർട്ട് ഒന്ന് മനസ്സിലാക്കണം. വാടക പലയിടങ്ങളിലും വളരെ വളരെ കുറയുകയാണ്. അതുകൊണ്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഷാർജയിലൊക്കെ സ്റ്റുഡിയോ ഫ്ലാറ്റ് ഇപ്പോൾ 9,000 ദിർഹത്തിന് ഒരു വർഷത്തേക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരു മാസം 750 ദിർഹം എന്നർത്ഥം. ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിൽ 2 പേർക്ക് സുഖമായി, നന്നായി, ലാവിഷായി താമസിക്കാം സാധാരണക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മാസം വരുന്നത് 375 ദിർഹമാണ്. അതിലപ്പുറം ബെഡ് സ്പേസിന് കൊടുക്കേണ്ടി വരുന്ന ആളുകളോടാണ് ഈ പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബമായി താമസിക്കുന്നവർക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് മാറുകയാണ്. അതുപോലെ ദുബായിൽ ചിലയിടങ്ങളിൽ വാടക കൂട്ടുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. 50,000, 55,000 ആക്കുന്നു, 58,000 ആക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ചില കൃമികടി ശീലങ്ങൾ ഉണ്ടായി വരികയാണ്. കംപ്ലൈന്റ് കൊടുക്കാം. 90 ദിവസം മുമ്പേ നമുക്ക് അറിയിപ്പ് തന്നില്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കണം. ദുബായിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ഡിസ്പ്യൂട്ട് പരിഹരിക്കാനുള്ള സമിതിയൊക്കെ ഉണ്ട്. 800 44 88 അതിൽ വിളിക്കൂ. ഷാർജയിലാണ് പരാതി ഉള്ളതെങ്കിൽ ഷാർജ 06 59 31 525 അതിൽ വിളിക്കൂ. അജ്മാനിലാണെങ്കിൽ 06 744 8884 അതിൽ വിളിച്ചാലും പരിഹാരം കിട്ടും. വളരെയധികം വിഷമത്തോടുകൂടി നിരവധി പേർ അബുദാബിയിൽ നിന്ന് അറിയിച്ചൊരു കാര്യം പറയട്ടെ.
അബുദാബിയിലെ പാസ്പോർട്ട് സേവന കേന്ദ്രം BLS, നമ്മുടെ എംബസിയുടെ കീഴിലുള്ള, കോൺസുലേറ്റിന്റെ കീഴിലുള്ള നമുക്കെല്ലാം സേവനം നൽകാനുള്ള കേന്ദ്രം സലാം സ്ട്രീറ്റിൽ നിന്ന് മാറ്റി അങ്ങ് കൊണ്ടുപോയിരിക്കുന്നത് റീം ഐലൻഡിലാണ്. സിറ്റിയിൽ നിന്നൊരു 30 ദിർഹം ടാക്സിക്ക് കൊടുത്താലേ അവിടെ എത്താൻ പറ്റും. ഈ കാശ് കൊടുക്കണം, ഇത്രയും സമയവും വേണം. അവിടെ ചെന്നാലാകട്ടെ ഈ റീം ഐലൻഡിൽ ഈ BLSന്റെ ഓഫീസ്, ആ സേവന കേന്ദ്രം ഇരിക്കുന്നതിന് ചുറ്റുവട്ടത്ത് ഒരു കുടിവെള്ളം, ഒരു ചായ, ഒരു കട്ടൻ ചായ, ഇതൊന്നും കിട്ടാൻ ഇല്ലാത്ത സാഹചര്യം. ഒരു സാധാ ചായക്കട ഇല്ല, ഒരു സാധാരണ ഗ്രോസറി ബഖാന ഇല്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇത് 5ാമത്തെ തവണയാണ് മാറ്റുന്നത്. എംബസി ഇക്കാര്യത്തിൽ മാന്യമായ ഇടപെടൽ ഒരിക്കൽ കൂടി നടത്തി ഒരു 6ാമത് മാറ്റം കൂടി കൊണ്ടുവന്ന് ആളുകളുടെ പ്രശ്നം പരിഹരിക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സന്ദേശങ്ങൾ അയക്കുകയാണ്. പൊതുവെ ഒരു വികാരം അങ്ങനെ ഉണ്ടായി വന്നിരിക്കുകയാണ്. പിന്നെ ഒന്നുള്ളത് മുസ്തഫയിലാണ്. അപ്പോൾ ഈ സിറ്റി കഴിയുന്ന പല ആളുകൾക്കും ആശ്രയമാണ് ഈ സലാം സ്ട്രീറ്റിലുണ്ടായിരുന്ന BLS കേന്ദ്രം. അതാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ട വിഷയമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. CBSE +2 പരീക്ഷ റദ്ദാക്കി. ഇതൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കേണ്ടി വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ കുട്ടികൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ഇനി വേറെ അസസ്മെന്റ് സംവിധാനം കൊണ്ടുവന്നിട്ട് ഇവരുടെ പരിശോധന നടത്തിയിട്ട് മാർക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്ന അന്തിമഘട്ടത്തിലെ തീരുമാനം നമ്മുടെ രാജ്യത്തിന്റെ ടെക്നോളജി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു എന്ന് സംശയമുണ്ട്. ഇത്രയും ടെക്നോളജി, സ്മാർട്ട്, ഡിജിറ്റൽ, ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞ് വളർന്നിട്ടും നമുക്ക് പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കാത്തതുപോലെ ഈ +2 പരീക്ഷ എഴുതിപ്പിക്കാനുള്ളൊരു മാർഗം ഇതുവഴി കണ്ടെത്താൻ പറ്റുന്നില്ലെന്ന് വന്നാൽ എന്താണ് പിന്നെ ടെക്നോളജി കൊണ്ട് നമ്മുടെ നാട്, നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണർ നേടിയതെന്താണ്? കുട്ടികൾ പരീക്ഷ എഴുതാൻ തയ്യാറാണ്. എന്തെല്ലാം ഓൺലൈൻ പരീക്ഷാ സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കുറ്റമറ്റ രീതിയിൽ. എന്നിട്ടും പരീക്ഷ വേണ്ടെന്ന് പറയുന്ന ചോദ്യങ്ങൾ തന്നെ പലവിധത്തിൽ മാറ്റി ചോദിച്ചുകൊണ്ടുള്ള എത്രയോ അന്താരാഷ്ട്ര സ്കോളർഷിപ്പ് പരീക്ഷകൾ നമ്മുടെ മുന്നിലില്ലേ? അതൊക്കെ മറന്നുകൊണ്ട് ഈ പരീക്ഷ ഇങ്ങനെ റദ്ദാക്കുന്ന ശീലം നല്ലതല്ല. സർക്കാരെ, വിദ്യാഭ്യാസ മിടുക്കന്മാരെ, സാറന്മാരെ എന്ന കാര്യം പറയുകയാണ്. അബുദാബിയിൽ സിനോഫാമിന്റെ ഉപയോഗം തുടരുക തന്നെയാണ്. 1ാമത്തെ ഡോസ്, 2ാമത്തെ ഡോസ്, അത് കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് വേണമെങ്കിൽ എടുക്കാനുള്ള സംവിധാനം തുടരുന്നു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. മാത്രമല്ല ലോകാരോഗ്യ സംഘടന ഇന്ന് ചൈനയുടെ 2ാമത്തെ വാക്സിന് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. സിനോവാക് എന്നാണ് അതിന്റെ പേര്. അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ സൗദി അറേബ്യ ഇപ്പോൾ സിനോഫാം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണല്ലോ വലിയ വിവാദമായിട്ട് മാറിയിരിക്കുന്നത്. അബുദാബി മറ്റൊരു വലിയ കാര്യം കൂടി ചെയ്തിരിക്കുകയാണ്. ഈ മ്യൂട്ടേഷന് വിധേയമായി കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വേരിയന്റുകൾ, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ കൃത്യമായ സ്ഥലം, ഹോട്ട്സ്പോട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മോഡലിംഗ് ആരംഭിച്ച് വിജയിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുവഴി ഈ ഉണ്ടായിരിക്കുന്ന പുതിയ വേരിയന്റ് രൂക്ഷമാണോ, ശക്തിയുള്ളതാണോ, വീക്കാണോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചുള്ള വാക്സിൻ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ്. ഈ ഷേപ്പ് മാറാൻ പറ്റിയ ചില സ്പോട്ടുകളുണ്ട്. അതിനെ കണ്ടുപിടിക്കുന്ന ശീലത്തിൽ അബുദാബി മുന്നിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വാക്സിൻ എടുത്ത സൗദി സ്വദേശികൾക്ക് പുറത്തു പോകാം, തിരിച്ചു വരുമ്പോൾ ക്വാറന്റൈൻ വേണ്ട എന്നൊക്കെ പറഞ്ഞത് വഴി UAE-യിലേക്ക്, UK-യിലേക്ക്, അമേരിക്കയിലേക്ക്, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും ആളുകൾ സന്തോഷപൂർവ്വം പോവുകയാണ്. അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയതുപോലെ എത്രയോ നാളിനിപ്പുറം സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് യാത്രക്കാരൻ്റെ സന്തോഷമാണ്. അതില്ലാതെ കിടക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇപ്പോൾ അതിൻ്റെ വില മനസ്സിലാകും. UAE-യുടെ വാക്സിനേഷന്റെ കണക്ക് നോക്കുമ്പോൾ അർഹതപ്പെട്ടവരിൽ 80% ആളുകൾക്കും വാക്സിൻ കൊടുത്തു. അതും 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 92% ആളുകൾക്കും വാക്സിൻ കൊടുത്തിട്ടുണ്ട് അർഹതപ്പെട്ടവരിൽ. അത്രയും ശക്തമായിട്ടാണ് UAE-യുടെ വാക്സിനേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ഇന്നൊരു പ്രത്യേക ദിവസം, ജൂൺ 1, UK-യെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനിൽ ഇന്നൊരൊറ്റ മരണം പോലും കോവിഡ് കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 3100-ലധികം കേസുകളുണ്ടായി. ഇന്നലെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ UK ഭദ്രമായ നിലയിലേക്ക് എത്തുകയാണ്. കാനഡയിൽ നിന്ന് സന്തോഷ വാർത്ത. എയർ കാനഡ ടൊറന്റോയിൽ നിന്ന് ദുബായിലേക്ക് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കുകയാണ്. ഫിലിപ്പീൻസ് പറയുന്നു UAE നിന്നും ഒമാനിൽ നിന്നും ആരും തൽക്കാലം അങ്ങോട്ട് വരേണ്ടതില്ല. അതിന് വെച്ചിരുന്ന ഡേറ്റ് എല്ലാം നീട്ടി ജൂൺ 15 വരെ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ആരും വരേണ്ടതില്ല. ദുബായിൽ ഒരു ഫുട്ബോൾ മാമാങ്കം വ്യാഴാഴ്ച മുതൽ വരുന്നു. അതിൽ കാണികളെ ഉൾപ്പെടുത്തുകയാണ്. UAE ഉൾപ്പെടുന്ന വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ക്വാളിഫയിങ് മത്സരങ്ങൾ ദുബായിൽ നടക്കുകയാണ്.
വിയറ്റ്നാമുമായിട്ട്, തായ്ലൻഡുമായിട്ട്, മലേഷ്യയുമായിട്ട്, ഇന്തോനേഷ്യയുമായിട്ട് UAE മത്സരിക്കും. 30% കാണികൾക്ക് കയറാൻ പറ്റും. അൽ വാസൽ സ്റ്റേഡിയത്തിലാണ് നടക്കുക. അൽ നാസർ സ്റ്റേഡിയത്തിലും നടക്കുന്നുണ്ട്. UAEയിൽ 1968 കേസുകൾ, 2,16,000 അധികം ആളുകളെ പരിശോധിച്ചപ്പോൾ കിട്ടിയതാണ്. 4 പേർ മരിച്ചു. 1954 പേർക്ക് രോഗമോചനം. 18,600 ആളുകൾ ഇപ്പോൾ ആക്റ്റീവായി കഴിയുകയാണ്. 100% ഉടമസ്ഥാവകാശം കിട്ടുന്ന കമ്പനികൾ അത് പ്രവാസികൾക്ക് ഇന്ന് ജൂൺ 1 മുതൽ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. UAEയിൽ നിരവധി പേരതെടുത്തു. ദുബായിൽ നിന്ന് അതിന്റെ ലിസ്റ്റെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ആ ലിസ്റ്റിൽ 100 കണക്കിന് കമ്പനികൾ, ആക്ടിവിറ്റികൾ, നമുക്ക് എന്തെല്ലാം ചെയ്യാമോ അതിനുള്ള അവസരമെല്ലാം കൊടുത്തുകൊണ്ടുള്ള ലിസ്റ്റാണ് പുറത്തിറക്കിക്കുന്നത്. ഇവിടെ വായിക്കാൻ സമയമില്ല, 2 മണിക്കൂർ വേണം. ഇതിനു വേണ്ടി ഇങ്ങനെയുള്ള 100% ഉടമസ്ഥാവകാശമുള്ള കമ്പനികൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ, ഏറ്റവും എളുപ്പത്തിൽ, ക്ഷണനേരം കൊണ്ട് എടുത്തു തരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് അൽത്തുവാർ സെന്ററിൽ എമിറേറ്റ്സ് ക്ലാസിക് എന്ന പ്രസ്ഥാനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം, വിശദവിവരങ്ങൾ അന്വേഷിക്കാം. 055-598-8001 055-598-8001. ഇന്ത്യയിൽ ഇന്ന് ഇതുവരെ ഇപ്പോൾ UAE സമയം 9:45 കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ടിൽ ആകെ 39,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. ഇന്നലെ ഈ സമയത്ത് 1,00,000-ഓളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 39,000 എന്ന് പറയുന്നത് ആശ്വാസത്തിന്റെ കണക്കാണ്. നേരം വെളുക്കുമ്പോൾ അറിയാം 1-ാം തീയതി അക്കൗണ്ടിൽ എത്ര വന്നു എന്നത്. അത് കുറയട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോടുകൂടി ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ജൂൺ 1 നിർത്തുകയാണ്. നന്ദി.